യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. 2 കൊരിന്ത്യരാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ അധ്യായം ആണല്ലോ നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു. 2-ാം അധ്യായം നമുക്ക് ചിന്തിക്കാം, എങ്കിലും അതിൻ്റെ അവസാനത്തെ ചില വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകാം. 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാപല്യം കാണിച്ചു, അല്ലെങ്കിൽ എന്റെ വാക്ക് ഉവ്വ് ഉവ്വ് ഇല്ല ഇല്ല എന്ന് ആകുവാൻ തക്കവണ്ണം എന്റെ നിരൂപണം ജഡീക നിരൂപണം. പൗലോസ് പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ വരാം, ഞാൻ വന്ന് നിങ്ങളെ കാണാം. പക്ഷേ ഇവിടെ പിന്നെയും ഞാൻ ചാബല്യം കാണിച്ചോ, വരാതിരുന്നോ, ഞാൻ വാക്ക് മാറിയോ? വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ വാക്ക് പറഞ്ഞാൽ പാലിക്കാത്ത ഒരാളായതുകൊണ്ടല്ല. ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞ് എൻ്റെ പ്ലാനിലാണ്. എനിക്ക് നിങ്ങളെ വന്ന് കാണുവാൻ ആഗ്രഹം. ഞാൻ വിചാരിച്ചു എനിക്ക് സുവിശേഷ വേലയുടെ ഇടയ്ക്ക് ഇപ്പം ഞങ്ങൾ ഓരോ ആൾക്കാർ ഞങ്ങളെ പല രാജ്യത്തേക്കും പല സംസ്ഥാനത്തിലേക്കൊക്കെ വിളിക്കാറുണ്ട്. അവരോടെല്ലാം അവിടുത്തെ കുടുംബം വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവ് ഒരു ബ്രേക്ക് ഇടയ്ക്ക് തന്നാൽ ഞാൻ വരാം. അതല്ലാതെ ദൈവദാസന്മാർക്കൊന്നും പറയാനില്ല. ഇവിടെ പൗലോസും പറഞ്ഞു ഇതുപോലൊരു ബ്രേക്ക് ആയിരിക്കും. ഇപ്പം ഒരു ശുശ്രൂഷ കഴിഞ്ഞല്ലോ, അപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് ദൈവം അയക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ കൊരിന്ത്യർ വന്ന് കാണാം എന്ന് പൗലോസ് വാക്ക് പറഞ്ഞു. പക്ഷേ ഇപ്പം വാക്ക് മാറ്റി പൗലോസ് പറയുന്നത് താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് വാക്ക് പാലിക്കുന്നവരാ ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് ഞങ്ങൾ പറയത്തില്ല. പക്ഷേ ഇവിടുത്തെ കേസ് വേറെയാണ്. താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. ഞങ്ങൾ കർത്താവ് പറയുന്ന അനുസരിച്ച് വാക്കൊക്കെ മാറിയെന്നിരിക്കും. കാര്യം കർത്താവ് പറയുന്നത് ആ വാക്ക്. പക്ഷെ ഞങ്ങൾ പ്രസംഗിച്ചൊരു ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തുവിൻ്റെ വചനവും ആ ക്രിസ്തുവിനെ പറ്റിയുള്ളത് ഇല്ലാത്തതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ക്രിസ്തുവിനെ പറ്റി പറഞ്ഞതെല്ലാം യെസ്, അതങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമില്ല. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരാം എന്ന് പറഞ്ഞ വാക്കിന് മാറ്റം വന്നു. അതിൽ തനിക്ക് ഖേദമുണ്ട്, തൻ്റെ ആ ഖേദമാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച ക്രിസ്തു, ആ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ ഒരു വാക്കിനും ഒരു മാറ്റവുമില്ല. അത് കർത്താവ് പറഞ്ഞത് അതുപോലെ നിങ്ങളോട് പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മാറത്തില്ല. ഞങ്ങളുടെ വാക്ക് മാറിയാലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതങ്ങനെ തന്നെയാ. ആമേൻ, അതിന് ആമേൻ. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇറ്റ് ഈസ് യെസ്, അതിന് നോ ഇല്ല. ചിലപ്പം അതങ്ങനെ അല്ലായിരിക്കും, ഇല്ല. 2-3 പേര് കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. കഷ്ടകാലത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ക്ലോസ് കമ്പാനിയനായിട്ട്, ഒരു ഉറ്റ സഹിയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. എന്നെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും, ദേശശക്തിയെ നിങ്ങൾ കാൽ കീഴാക്കും. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്, ജയമുണ്ട്, സൗഖ്യമുണ്ട്. അത് യേശുവിൽ വിശ്വസിച്ചാൽ, ആശ്രയിച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. അതിനൊന്നും ഒരു മാറ്റവുമില്ല. അത് പലരുടെ കേസ് അനുസരിച്ചും സ്ഥലം അനുസരിച്ചും കാലം അനുസരിച്ചും ഒന്നും അതിനൊരു മാറ്റവുമില്ല. ഞങ്ങളുടെ വാക്ക് മാറിയാലും കർത്താവിലുള്ള വാഗ്ദത്തങ്ങൾ അത് ഉവ്വ് എന്ന് തന്നെയാണ്. അതിനൊരു നോ ഇല്ല, ഒരു പക്ഷേ ഇല്ല എന്ന് വളരെ തറപ്പിച്ച് താൻ പറയുക. കാര്യം ആരൊക്കെയോ തന്നെപ്പറ്റി പറഞ്ഞെന്ന് തോന്നും. അപ്പം താനിങ്ങനെ വാക്ക് മാറുന്ന ആളാണ്, താൻ പ്രസംഗിച്ചതല്ല ഇങ്ങനെ ആയിരിക്കുമല്ലോ. ക്രിസ്തുവിനെ പറ്റിയൊക്കെ എത്ര ഇതായിട്ട് പറഞ്ഞു. ഇതിപ്പം വാക്ക് മാറിയല്ലോ. ഒരാളെപ്പറ്റി പറയാൻ എളുപ്പമാണ്, അതിൻ്റെ പുറയിൽ ഉള്ള കാര്യം എന്തുകൊണ്ടാന്ന് താൻ വ്യക്തമാക്കുക. കാര്യം എനിക്കൊരു പ്ലാനില്ല. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്. എൻ്റെ മാനുഷികമായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ വന്ന് കാണാം. പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞു, അല്ല, നിനക്ക് വേറെ സുവിശേഷത്തിൻ്റെ ഒരു വാതിൽ ത്രോവാസിൽ തുറന്നിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ രക്ഷയില്ല. നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ചില ആൾക്കാരുണ്ട്, ഞാൻ വാക്ക് പറഞ്ഞു പോയില്ലേ, അതുകൊണ്ട് സ്റ്റബേണായിട്ട് അവരോടെ പ്ലാനിൽ പിന്നെയും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും, പിന്നെ അടികൊള്ളും ദൈവത്തിൻ്റെ. അങ്ങനെ ഒരു പരിപാടി അല്ലല്ലേ ഞാൻ ചെയ്ത്. പൗലോസ് ആവശ്യത്തിന് അധികം അടി കൊണ്ടതാണ്. പോരാത്തതിന് മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ, തൻ്റെ സ്വന്തം കമ്മ്യൂണിറ്റി യഹൂദന്മാരെ സന്തോഷിക്കാൻ യഹൂദ കൗൺസിലിനൊക്കെ ഇത്ര നാളും സന്നദ്ധന സംഘമല്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു സ്വീകാരമൊക്കെ കിട്ടാൻ യെരുശലേം ദേവാലയത്തിൻ്റെ അകത്ത് തലമുണ്ടനം ചെയ്യാൻ ഒരാളുടെ നേർച്ചയൊക്കെ സ്പോൺസർ ചെയ്താൽ അന്ന് അവിടെ നാണം കെടുത്ത് കർത്താവ് എന്ത് ചെയ്തു? നാണം കെടുത്തി യെരുശലേമിൽ നിന്ന് ഓടിപ്പിച്ചു.
എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും തൻ്റെ സ്വന്തം ദേശത്തിന്, വീടിൻ്റെ മുറ്റത്തിട്ട് അടികൊള്ളുന്ന പോലുള്ള ഒരു അനുഭവമായിപ്പോയി. സ്വന്തം ദേശത്തിന് അല്ലെങ്കിൽ യെരൂശലേമിൽ വെച്ചിട്ട് തന്നെ ഇത്രയും നാണം കെടുത്തി താൻ പറഞ്ഞു, ഇനി യഹൂദനും വേണ്ട, കമ്മ്യൂണിറ്റിയുടെ സ്നേഹവും വേണ്ട, മനുഷ്യൻ്റെ ആദരവും വേണ്ട, എന്നെ അറിയാത്ത ജാതികളുടെ ഇടയ്ക്കോട്ട് ഞാൻ ബർബരന്മാരായിക്കോട്ടെ, ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയത എന്ന് പറഞ്ഞ് താൻ പോയ ആളാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഞാൻ ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഇന്നലെ ഒരു വാക്യം ഒന്ന് വായിക്കുമായിരുന്നു. ആവർത്തന പുസ്തകം എൻ്റെ 7-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടാ. ഡ്യൂട്ടറോണമി 7:9. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കും. ദൈവം സത്യദൈവം എന്ന് നിങ്ങളെല്ലാവരും അറിയണം. തൻ്റെ കൽപ്പനകളെ കേട്ട് അതിനെ പ്രമാണിക്കുന്നവർക്ക്, അതിനെ കേട്ടാൽ മാത്രം പോരാ, അത് പ്രമാണിക്കുന്നവരുടെ മേലാണ്. ആരെങ്കിലും നമ്മളോട് പറഞ്ഞു നിങ്ങളോടൊരു വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും വാഗ്ദത്തം ആകത്തില്ല. ദൈവം നമ്മളോട് പറഞ്ഞ ആലോചന അനുസരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നത്. അതായത് എപ്പോഴും മനസ്സിലാക്കണം, എവ്രി പ്രോമിസ് ഈസ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ടിരുന്നാൽ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ഒക്കെ അത് ഓരോ പകലും അത് നമുക്ക് പുതിയതായിട്ടും പുതിയ അനുഭവങ്ങളായിട്ടും അല്ലെങ്കിൽ അത് നമുക്ക് വലിയ സന്തോഷത്തിനും സംതൃപ്തിക്കും കാരണമായി തീരും. ഞാൻ ദൈവസന്നിധിയിൽ വിളച്ചിൽ കാണിച്ചാൽ വക്രനോട് ദൈവം, നീതിമാനോട് ദൈവം. ദൈവത്തിൻ്റെ സ്വഭാവമാണ് അത്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒന്നും മാറത്തില്ല. പ്രമാണം, ദൈവത്തെ ആരാധിക്കുന്നതിനും പ്രാർത്ഥനയിൽ ഒരു പ്രമാണത്തിന് മാറ്റമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരല്പം പോലും വിളച്ചിലെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് പോകല്ലേ. പൗലോസിന് നല്ലപോലെ അറിയാവുണ്ട്. പൗലോസിന് വേണേ സ്റ്റബേണായിട്ട് ഞാൻ വാക്ക് പറഞ്ഞാൽ കർത്താവിനോട് പറയാം, ഞാൻ അവരോട് പറഞ്ഞു എനിക്കിനി വാക്കൊന്നും മാറാൻ പറ്റത്തില്ല, ഞാൻ എന്തോലും ഒന്ന് പോയിട്ട് അതുവഴി ത്രോവാസിൽ പോയേക്കാം എന്നൊക്കെ വേണേൽ പൗലോസിന് പറയാം. അടി കൊള്ളാൻ താൻ റെഡിയല്ല. അല്ലല്ല, അത് മാത്രമല്ല കർത്താവ് പിന്നെ തന്നെ ഉപയോഗിക്കത്തില്ല. പിന്നെ താൻ ത്രോവാസിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? കർത്താവ് തന്നെ ഉപയോഗിക്കാതെ നമുക്ക് വല്ല ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒത്തിരി ദേവദാസന്മാരെ അറിയാം. അവരൊരു ഡയറിയൊക്കെ എടുത്തിട്ട് ഭയങ്കര പ്ലാനിങ്ങിൻ്റെ ആൾക്കാരാണ്. ഒരു ഡയറിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഞാനൊരു അതുപോലൊരു എനിക്ക് വളരെ സ്നേഹമുള്ള വളരെ അടുപ്പമുള്ളൊരു ദേവദാസനോട് ചോദിച്ചു, നമ്മൾ ഈ എഴുതി വെക്കുന്ന പ്ലാനൊക്കെ അങ്ങ് നടക്കുമോ? ഈ നമ്മുടെ അഡ്മിനിസ്ട്രേഷനും നമ്മുടെ പ്ലാനുകളും ഇത്ര വർഷത്തിൻ്റെ അകത്ത് ഇത്ര ചർച്ചസ്, ഇതിൻ്റെ അകത്ത് ഇത്ര ഗ്രാമങ്ങളിൽ വിസിറ്റ് ചെയ്യും. പുള്ളി ഭയങ്കര പ്ലാനിങ്ങിൻ്റെ ആളാണ്, ഭയങ്കര സംഭവമാണ്. ഇതൊക്കെ എന്നോടും പങ്കുവെക്കുമ്പോഴാണ് ഞാൻ ചെയ്യുക. കർത്താവ് നമ്മൾ പണിക്കാരല്ലേ, ഇനി 100 അല്ല 150 ഗ്രാമങ്ങൾ കവർ ചെയ്യാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ഇത് നടക്കട്ടെ. ഇനി 150 ഇല്ല 50 അല്ല 20 ഗ്രാമമോ കവർ ചെയ്യുക, അത് വൃത്തിയായിട്ട് ജോലി ചെയ്യാം. ആർക്കാ ഈ 100 ഗ്രാമം? പണ്ട് ആൾക്കാർ പറഞ്ഞു 2000-ൻ്റെ ഉള്ളിൽ 2000 ചർച്ചസ് എന്ന് പറഞ്ഞ ഒരു വലിയ ദേവദാസൻ നമ്മുടെ കേരളത്തിലുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും അല്ലല്ലോ. അതിനുവേണ്ടി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞും പോയില്ലേ, ഇനി വാക്ക് മാറാൻ പറ്റില്ല, അതിന് ചുമ്മാ അത് പോയി വേണേൽ ബ്രാഞ്ച് ഉണ്ടാക്കും. പോരാത്തതിന് അപ്പുറത്തെ സഭയിൽ നിന്ന് പിള്ളേർത്ത് വേണേൽ ഇപ്പുറത്തോട്ട് വന്നൊരു ബ്രാഞ്ചും ഉണ്ടാക്കും. ഇതൊക്കെ കാണിച്ച് കാണും. കാര്യം പറഞ്ഞു പോയതല്ലേ, പുള്ളി ഒരു വലിയൊരു ആ സഭയുടെ ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് പറഞ്ഞു പോയത് പുള്ളിക്ക് ചെയ്താലേ പറ്റുമല്ലോ, അല്ലെ ആൾക്കാർ പലതും വിളിക്കത്തില്ലേ. അപ്പം ഇതുപോലത്തെ പണിയൊന്നും പൗലോസ് കാണിച്ചില്ല. പക്ഷേ ദൈവത്തിന് മാറ്റമില്ല, തൻ്റെ വാഗ്ദത്തത്തിന് മാറ്റമില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാ, ഞങ്ങൾ മാനുഷികമായിട്ട് പറഞ്ഞാലും നാളെ ദൈവം പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം ഞങ്ങൾ നിങ്ങളോട് പറയും എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. ഇനി 21-ാമത്തെ വാക്യം. ഇവിടെ എഴുതിയിരിക്കുന്ന ഞങ്ങളെ അഭിഷേകം ചെയ്തത് ഞങ്ങളെ മാത്രമല്ല നമ്മളെ എന്ന് എഴുതിയിരിക്കുന്നത്. അഭിഷേകം ചെയ്തത് ആരാ? ദൈവമാണ്. ആ ദൈവം 22. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു ഗ്യാരണ്ടി ആയിട്ട് ഒരു അച്ചാരമായിട്ട് തന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ നടത്തപ്പെടേണ്ടത്. വി ഹാവ് ടു ബി ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആ പരിശുദ്ധാത്മാവിനാലാണ് നയിക്കേണ്ടത്. ആ പരിശുദ്ധാത്മാവിനാലാണ് ജീവിതത്തിൽ ഓരോ തീരുമാനവും എടുക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവവും ക്രിസ്തുവും, അടുത്ത വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവും നമ്മൾ എന്ത് ചെയ്യുന്നു എഴുതിയിരിക്കുന്നു? ഉറപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചനയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കുന്നു, എസ്റ്റാബ്ലിഷ്. ഈ എസ്റ്റാബ്ലിഷ് നമ്മൾ വേറെയും കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ്, പത്രോസിൻ്റെ ലേഖനം ആ അവസാനത്തെ അധ്യായത്തിൽ 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, 1 Peter chapter 5:10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. കർത്താവ് ജീവിതത്തിൽ കഷ്ടതയൊക്കെ അനുവദിച്ചാലും ആ കർത്താവ് എന്ത് ചെയ്യട്ടെ? നിങ്ങളെ അല്പകാലത്തേക്കാണ് ഈ കഷ്ടത നിങ്ങൾ സഹിക്കേണ്ടത് വരുന്നത്.
അത് കഴിഞ്ഞ് കർത്താവ് നിങ്ങളെ ഈ കഷ്ടതയുടെ മധ്യത്തിലുമൊക്കെ എന്ത് ചെയ്യട്ടെ? മേ ദ ലോർഡ് മേക്ക് യു പെർഫെക്റ്റ്, എസ്റ്റാബ്ലിഷ് യു, സ്ട്രെങ്തൻ യു ആൻഡ് സെറ്റിൽ യു എന്ന് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യട്ടെ? ശാക്തീകരിക്കുകയും ഉറപ്പിക്കുകയും. അപ്പം കഷ്ടതയിൽ കൂടി കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ ഉറപ്പിക്കും. അതിൻ്റെ അകത്ത് വരുന്ന ദൈവാലോചനയിൽ കൂടി കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ ഇവിടെ ത്രോവാസിലും താൻ കഷ്ടത അനുഭവിക്കുന്നു, ഉറപ്പിക്കുക തന്നെ. എഫെസോസിൽ താൻ കഷ്ടത അനുഭവിക്കുന്നു, കർത്താവിന് വേണ്ടി ഉറപ്പിക്കുക. അപ്പം നമ്മുടെ കഷ്ടതയിൽ നമ്മൾ വിചാരിക്കുന്നു, അയ്യോ കഷ്ടതയിൽ ഞാൻ കുലുങ്ങിപ്പോയി, കഷ്ടതയിൽ ഞാൻ പതറിപ്പോയി. പത്രോസ് ഹല്ലേലൂയ തൻ്റെ അനുഭവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആലോചനയായിട്ട് സഭയോട് പറയും, കഷ്ടതയിൽ ആരെയും പതറിപ്പോവല്ല. ദൈവം കഷ്ടത അനുവദിക്കുന്നത് എന്തിനാ? കഷ്ടതയിൽ നിങ്ങൾക്കറിയാമല്ലോ, തൂണും കുറ്റിയൊക്കെ ഉറപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലേ? അല്പം മണ്ണ് അങ്ങോട്ട് നനച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് കുലുക്കിയൊക്കെ വിട്ട് ഇടിച്ച് കുലുക്കിയൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ ഈ കുലുക്കി ഉറപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇല്ലേ? ഫിസിക്സ് അനുസരിച്ച് ഈ വേലി ഉറപ്പിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ കർത്താവ് ഈ കുലുക്കുന്നത് വീഴ്ത്താനല്ല, തെള്ളിയിടാനല്ല. കർത്താവ് ഈ കുലുക്കുന്നത് എന്തിനാ? ഉറപ്പിക്കാൻ. അത് ദൈവത്തിൻ്റെ തത്വം ലോകത്തിൻ്റെ സയൻസുമായിട്ട് അങ്ങോട്ട് ചേരട്ടെ. അപ്പോൾ ഈ കഷ്ടത ദൈവം അനുവദിക്കുന്ന മേ ദ ലോർഡ് എസ്റ്റാബ്ലിഷ് യു, മേ ദ ലോർഡ് സ്ട്രെങ്തൻ യു, നിങ്ങളെ ഉറപ്പിക്കുവാനും നിങ്ങളെ ശക്തീകരിക്കുവാനും. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കുലുങ്ങിപ്പോകുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചില്ലേ, എല്ലാ സൈഡിൽ നിന്നും ഐ വാസ് ക്രഷ്ഡ് ബട്ട് ഐ വാസ് നോട്ട് ഡിസ്ട്രോയിഡ്. അല്ലെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും എന്നെ ഞെരുക്കി, പക്ഷേ ഞാൻ എന്ത് ചെയ്തില്ല. കാര്യം എന്തുവാ? ഈ അത്യന്ത ശക്തി ഈ മൺപാത്രത്തിൽ പകർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞാൻ നിറഞ്ഞിരുന്നുകൊണ്ട് എല്ലാ സൈഡിൽ നിന്നും സാത്താൻ എന്നെ ഞെരിക്കെങ്കിലും എനിക്കൊന്നും സംഭവിച്ചില്ല. അകത്ത് നിറഞ്ഞിരിക്കുമല്ലേ. അതാണ് ഇവിടും ആ ഒരു പ്രിൻസിപ്പിൾ. അത് ഫിസിക്സാണ്. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടും പറയുന്നത്. ഇവിടെ എൻ്റെ ഉള്ളിലെ നിറവ് എന്തുവാന്ന് അവിടും പറയുന്നുണ്ട്. എല്ലായിടത്തു നിന്നും ഞെരുങ്ങി എന്ന് പറയുന്നിടത്തും ഈ അത്യന്തധനം ഈ മൺപാത്രത്തിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവിടെ വ്യക്തമായിരിക്കുന്ന പോലെ. 22-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവിനാൽ പല വാക്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അത് ഞാൻ വായിക്കുന്നില്ല. 1 പത്രോസിലും റോമർ 8-ലും ഒക്കെ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനാലാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നതും ഒരു അച്ചാരം. ഹോളി ഹല്ലേലൂയ, ഹി ഹാസ് സീൽഡ് us and given us the spirit in our hearts as a guarantee. അപ്പോൾ ഇംഗ്ലീഷിൽ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെയാണ് മുദ്രയിട്ടിരിക്കുന്ന. പരിശുദ്ധാത്മാവാണ് ഒരു അച്ചാരമായിട്ട്, അച്ചാരം അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി, ഒരു ഡിപ്പോസിറ്റ്. നിങ്ങൾ തകർന്നു പോകത്തില്ല എന്ന് ഒരു ഡിപ്പോസിറ്റ് നമ്മളൊരു ബാങ്കിൽ ഇട്ടാൽ അതിൻ്റെ ടേം കഴിയുമ്പോൾ എന്തായിത്തീരും? അതിൻ്റെ പ്രതിഫലവും ഒക്കെ ആയിട്ട് അതിന് എന്തൊക്കെ ആ സ്കീമിലുണ്ടായിരുന്നോ, ബോണസോ ഇൻട്രസ്റ്റോ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം കൂടി ചേർത്ത് നമുക്കിങ്ങോട്ട് കിട്ടും. എന്ന് പറയുന്ന പോലെ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മുടെ ഉള്ളിൽ ദൈവം നിന്നെ സ്വർഗത്തോളം എത്തിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ കർത്താവിട്ട ഗ്യാരണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ. അവസാനം ആ ഫൈനൽ ഡീൽ, ആ ഡീലിൻ്റെ അവസാനം കിട്ടുന്നത് എന്തുവാ? നമുക്ക് കർത്താവിൻ്റെ കൂട്ടവകാശിയായി തീരുവാൻ. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ഒരു അച്ചാരമായിട്ടിട്ട് ആ പണി തുടങ്ങി. എന്തിനു വേണ്ടിയാണ്? അവസാനം ദൈവത്തിൻ്റെ സ്വർഗത്തിലുള്ള എല്ലാ അവകാശത്തിൻ്റെയും സിംഹാസനത്തിൻ്റെയും എല്ലാം ഒരു കൂട്ടവകാശം, തൻ്റെ മണവാട്ടിയായിട്ട് തീരുവാൻ, തൻ്റെ കൂട്ടവകാശിയായി തീരുവാൻ. ഈ ഡീൽ കൊള്ളാം അല്ലേ? അതുകൊണ്ട് ദൈവത്തെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവ് എത്ര വിലയേറിയതാണ്. ഇതെവിടെ നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടതാണ്? യേശുവിനെ പോലാക്കി തീർക്കുവാൻ, യേശുവിൻ്റെ കൂട്ടവകാശിയായി തീർക്കുവാൻ എന്ന് ഇവിടെ പറഞ്ഞിട്ടാണ് 23-24. നിങ്ങളെ ആദരിച്ചിട്ടത്രേ ഞാൻ ഇതുവരെ കൊരിന്തിൽ വരാഞ്ഞത്. അതിന് ദൈവം സാക്ഷി. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവരെന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികളത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. വലിയ സന്തോഷത്തോടുകൂടിയാണ് താൻ പറയുന്നത്. 1 കൊരിന്ത്യർ എഴുതിയപ്പോൾ വളരെ വിഷമത്തോടുകൂടി, ചെറിയ പാപമല്ല, ഭയങ്കരമായിട്ടുള്ള പാപം, ക്ഷീണം, എല്ലാ വിഷയത്തിലും കുടുംബജീവിതത്തെ പറ്റിയൊക്കെ. ഇന്നലെ ഞാൻ കൊരിന്ത്യലേഖനത്തിൽ നിന്നും എടുത്ത് സംസാരിക്കുവാൻ അവിടെ കല്യാണത്തിനിടയായി. അത് കുടുംബജീവിതത്തെ പറ്റി എഴുതിയിരിക്കുന്നതും 7-ാം അധ്യായം. ഈ അവർ ക്ഷീണിച്ചപ്പോൾ ദേശശക്തി അവരെ ക്ഷീണിപ്പിച്ചു. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത കൊരിന്ത്യ സഭ 5-ാം അധ്യായത്തിലുള്ള പാപം, പല പാപികൾ അവർ മുഖ്യരായി തീരുമ്പോൾ അവരുടെ തീരുമാനങ്ങൾ സഭയിൽ നടക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ കണ്ടു. 6-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ കണ്ടു. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾ ഡിവോഴ്സും പിണക്കവും മാറി താമസിക്കലും ലിവിങ് സെപ്പറേറ്റഡും അവിടെ എല്ലാം നമുക്ക് 7-ാം അധ്യായത്തിൽ കാണാം. അത് മുഴുവനും എന്താ കാരണം? കയ്പാണ്, മത്സരമാണ് എന്നൊക്കെ ആ പാപത്തെ എടുത്തു പറഞ്ഞ് അധ്യായം മുഴുവനും കുറവുകളെ പറ്റി പറഞ്ഞിട്ട്, പക്ഷെ ഇപ്പോൾ വലിയ സന്തോഷമുണ്ട്. കാര്യം നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, നിങ്ങൾ
പെറുപെറുത്തില്ല. നമ്മൾ ഈ ഒരാളുടെ കുറവ് വെളിപ്പെടുത്തുമ്പോൾ പിള്ളേരൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ വലിയവരായ നമ്മളും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. പിള്ളേരോട് വല്ല ഒരു കുറ്റം അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു, അങ്ങോട്ട് ചെയ്തല്ലോണ്ട് അങ്ങനെ ചെയ്താൽ ശരിയാവും ആരാ പറഞ്ഞു, അങ്ങനൊന്നും ചെയ്താലും ശരി, ഇങ്ങനെയാണ് ശരി. അപ്പം ആ സമയത്ത് അവർ ഉൾക്കൊണ്ടില്ലെങ്കിലും ഇച്ചിരി കഴിഞ്ഞിരുന്ന് ചിന്തിക്കും. ഒന്നുമില്ലല്ലോ, അനുഭവം വരുമ്പോൾ തന്നെ ചിന്തിക്കും, പണ്ടിങ്ങനൊന്ന് പറഞ്ഞത് ഇങ്ങനെ ഏതോ ഒരു മൂലയ്ക്ക് കിടപ്പുണ്ടല്ലോ. അവരുടെ ജീവിതത്തിൽ അപ്പോൾ അപ്ലൈ ചെയ്യും, അവർക്കത് പ്രയോജനമായി തീരും. അപ്പം പൗലോസ് ചെറിയ പാപമൊന്നുമല്ല. പൗലോസ് ആ സഭയുടെ കുടുംബത്തിൻ്റെ അവരുടെ ജോലി വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിലൊക്കെ കമ്മ്യൂണിറ്റിയുമായിട്ടും പബ്ലിക്കുമായിട്ടൊക്കെ ഉള്ള ബന്ധം, ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ലൈഫല്ലേ, ഇതൊക്കെ എന്തിനാ പാസ്റ്റർ കയറി ഇടപെടുന്നത്, ഇതൊക്കെ എന്തിനാ കർത്താവ് കയറി ഇടപെടുന്നത്, ഇത് എൻ്റെ ജീവിതമല്ലേ എന്നൊക്കെ വേണേൽ പറഞ്ഞ് അവർക്ക് ഇളകിപ്പോകാമായിരുന്നു. പക്ഷെ അവിടെ എല്ലാം പൗലോസ് വിചാരിച്ച് ഈ 1-ാം ലേഖനം എഴുതേണ്ട വരത്തുള്ളൂ, 2-ാമതിന് എഴുതേണ്ട വരത്തില്ല, അങ്ങോട്ട് ഇനി പോകണ്ടേ വരത്തില്ല. ത്രോവാസിൽ നിന്ന് കിട്ടിയ ആ റിപ്പോർട്ട് എത്ര സന്തോഷമായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം. ഈ 2-ാം അധ്യായം അങ്ങനത്തെ ഒരു വലിയൊരു ഇഷ്യൂവിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 2-ാം അധ്യായം എൻ്റെ 1-ാമത്തെ വാക്യം. അപ്പം ആദ്യത്തെ അവരുടെ അടുക്ക വന്ന വരവ് എന്തുമായിരുന്നു? ദുഃഖത്തോടു കൂടിയായിരുന്നു. അപ്പോൾ അവിടെ വന്നു എന്തോ ക്ലോവ, ആ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ക്ലോവ എന്നൊരു സഹോദരി, താൻ ആ പഴയ അനുഭവം കണ്ടവളാണ്. ആദ്യത്തെ ഒരു വിശ്വാസികൾ ഒരാളായിരിക്കും. അക്കുലാസും പ്രിസ്കില്ലയുടെ കൂട്ടൊക്കെ നല്ല തീഷ്ണതയോട് നിന്ന് പൗലോസ് ആദ്യം അവിടെ കൊരിന്തിൽ വന്ന് പ്രവർത്തിച്ചതും തുടങ്ങിയപ്പോഴൊക്കെ ഉണ്ടായിരുന്ന സഹോദരി ആദിത്യാൻ. പിന്നെ ഉപദേശങ്ങൾ മാറി, അവിടെ ആകപ്പാട് ടീച്ചിങ് മാറി, കാഴ്ചപ്പാട് മാറി, ആരാധനയുടെ പാറ്റേൺ മാറി, എല്ലാം മാറിയപ്പോൾ ഇപ്പോൾ ക്ലോവ പല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ വചനപ്രകാരം ശരിയാണോ എഴുതി ചോദിക്കുവാൻ അവരൊക്കെ വിശ്വാസത്തിൽ കൊണ്ടുവന്നതും കൊരിന്തിൽ പ്രവർത്തനം ആരംഭിച്ച പൗലോസിനോട് എഴുതി ചോദിച്ചപ്പോൾ ക്ലോവ എന്നൊരു സഹോദരി നിമിത്തമാണ് ഇവിടുത്തെ മഹാഭാബിയൊക്കെ കമ്മിറ്റിയിലെയും ഇവിടുത്തെ വലിയ പ്രധാന മൂപ്പനാണ് എന്നൊക്കെ അറിഞ്ഞത് ഈ ക്ലോവ എന്ന സഹോദരിയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവിടെ ആദ്യം വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ പാപമൊക്കെ കറക്റ്റ് ചെയ്തപ്പോൾ അവർ വല്ലാതെ റിയാക്ട് ചെയ്യുകയും തന്നെ എന്തോ വേദനിപ്പിച്ച് വിട്ടു. എന്തുവാന്ന് എഴുതിയിട്ടില്ല. അപ്പം ആദ്യത്തെ വരവ് പോലെ ഈ പ്രാവശ്യവും ആകും എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ മാത്രമല്ല ദുഃഖം, ഈ ഒരു കാര്യം അവിടെ സഭയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ദുഃഖമാണ് ഇല്ലേ? അത് അവിടെ മൂന്നോട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വാക്യത്തിലും 4-ാമത്തെ വാക്യം കൂടി ചേർന്ന് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാവരുടെയും സന്തോഷം എൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷമാണ്. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്ന കാണുന്നത് ആ പ്രയത്നത്തിനൊരു ഫലമുണ്ടായി, അത് എൻ്റെയും സന്തോഷിച്ച. അപ്പം നമ്മുടെ സഭയ്ക്കകത്ത് ഒരു കർത്താവിന് ദുഃഖമുള്ളൊരു വിഷയം വന്നാൽ ഒരു ദൈവദാസൻ എന്നുള്ള രീതിയിൽ ആദ്യം പൗലോസ് പറയുമ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടാവും. അത് എനിക്ക് മാത്രമല്ല, സഭയോട് പറയുക നിങ്ങൾക്കും ദുഃഖം ഉണ്ടാവും. നിങ്ങളുടെ സഭയ്ക്കകത്ത് ഇങ്ങനെ ഒരു ദൈവനാമം ദുഷിപ്പിക്കുന്ന ഒരു കാര്യം, സാക്ഷ്യം കെടുത്തുന്ന ഒരു വിഷയം ലോകത്തിന് മുമ്പിൽ കർത്താവിൻ്റെ നാമം ദുഷിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല അത് നിങ്ങൾക്കും ദുഃഖമുണ്ടാവും. 4-ാമത്തെ വാക്യം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? താൻ കൊരിന്ത്യർ ലേഖനമൊക്കെ ആദ്യത്തെ 1-ാം ലേഖനം നമ്മൾ വായിച്ചപ്പോൾ അല്പം പുളിപ്പ് മതി ആ പിണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യും. നിങ്ങൾ എത്ര പേര് പനീർ ഉണ്ടാക്കിയിട്ടുണ്ട്? ഇവിടുത്തെ പാലിൽ ഉണ്ടാക്കാൻ അധികം പറ്റത്തില്ല. പാക്കറ്റ് പാലാണ്. ടൗണിൽ താമസിക്കുന്നവർ പിന്നെ പനീറിൻ്റെ കാര്യം ചിന്തിക്കുകയോ വേണ്ട. കാര്യം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വേറെ വല്ലോ പാലിൻ്റെ പകരമുള്ള മിൽക്ക് ഫാറ്റിൻ്റെ പകരം ഇവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചേർത്തതായിരിക്കും. അതിനൊന്നും നാരങ്ങ നീരൊന്നും കണ്ടു കഴിഞ്ഞാൽ. നോർത്ത് ഇന്ത്യയിൽ അത് കാണാൻ നല്ല രസം. പനീർ മേക്കിംഗ് സെൻറ്റേഴ്സിൽ വലിയ ചരുവത്തിൻ്റെ അകത്ത് അങ്ങോട്ട് പാലങ്ങോട്ട് ചൂടാക്കി ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. നാട്ടിലൊക്കെ നല്ല പശുവും പാൽ കിട്ടുമ്പോഴേ ചെയ്യാൻ പറ്റും. അങ്ങോട്ട് പാലങ്ങോട്ട് ചൂടായി വരുന്നുണ്ടേ ഒരല്പം നാരങ്ങ നീരങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞങ്ങോട്ട് കൊടുക്കണം. ഒരല്പം മതി, ഒരു 3-4 ഡ്രോപ്പ് അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ അങ്ങോട്ട് ഉണ്ടാവും. ആ ബാക്കി 80% ഒരു മഞ്ഞ കളറിലെ വെള്ളം പോലെ അങ്ങോട്ട് മാറും. ഒരല്പം 10%, 15%. നിങ്ങൾ പാൽ പാക്കറ്റ് എടുത്ത് വായിച്ചിട്ടുണ്ടോ? 13% ഫാറ്റ് എന്നൊക്കെയാണ് നമ്മുടെ മിൽമയിലൊക്കെ എഴുതിയിരിക്കും. അത് ആ നീലയും മഞ്ഞയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറയും. ആ ഓറഞ്ചിനേ ഉള്ളൂ അത്രയെങ്കിൽ ഫാറ്റ്. അപ്പം ബാക്കിയൊക്കെ അവരെടുത്ത് ഫാറ്റൊക്കെ എടുക്കും. അവർ ഇത് ചെയ്തിട്ട് പാസ്ചറൈസ് ചെയ്ത് അല്ലെങ്കിൽ തിളപ്പിക്കാതെ തന്നെ അവർ ഫാറ്റ് എടുക്കും. അപ്പം ആ ഫാറ്റ് ആ ഒരല്പം പുളിപ്പ് ചെല്ലുന്ന ഉടനെ എരുമപ്പാലിലാണ് കാണാൻ രസം. ഒത്തിരി ഉണ്ടാവും. 20% ഫാറ്റൊക്കെ, 25% ഫാറ്റുണ്ട്. അത് മുഴുവനും പിന്നെ അവർ തുണിക്കകത്ത് തൂക്കിയിട്ട് ഒരു ദിവസം മുഴുവൻ തൂക്കിയിട്ടിട്ടാണ് പിറ്റേ ദിവസം കേക്ക് പോലെ നിങ്ങൾക്ക് നല്ല പനീറായിട്ട് മുറിച്ച് തരുന്നത്. അതൊരു 20 ലിറ്റർ 30 ലിറ്ററൊക്കെ തൂക്കിയെടുക്കുമ്പോൾ അവസാനം കിട്ടും 2.5 കിലോ പനീർ അല്ലെ 3 കിലോ പനീർ, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അടുത്ത സെറ്റ് പാല് വെച്ചു. അത് പിന്നെയും അവർ അങ്ങോട്ട് തിളപ്പിച്ച് അങ്ങോട്ട് വരുമ്പോൾ പിരിക്കും. ഒരല്പം പുളിപ്പ്
പിണ്ടത്തെ മുഴുവനും. അതിന് ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ അപ്പം ഉണ്ടാക്കുന്നവർക്കറിയാം. പണ്ടതിന് കള്ളപ്പം എന്ന് പറയും, കള്ള് ചേർക്കും, ഇപ്പം അതിന് ഈസ്റ്റ് ചേർക്കും. അപ്പോൾ എന്താണേലും പുളിപ്പ് ചേർത്താൽ അത് മുഴുവനും ആ പാൽ എന്ത് ചെയ്യും? ചില സമയത്ത് നമ്മൾ തിളപ്പിച്ചിട്ട് കാച്ചിട്ട് പറയാം, അയ്യോ ഇന്ന് ചായ ഉണ്ടാക്കാൻ പറ്റത്തില്ല, കാരണം ഇന്ന് കട്ടന എല്ലാവർക്കും. എന്നാ പാല് മുഴുവനും പിരിഞ്ഞു പോയി. സഭ മുഴുവനും എന്തായി തീരും? ഒരു പുളിപ്പൻ മതി, അല്ലെ ഒരു പുളിപ്പത്തി മതി. സഭ മുഴുവനും എന്തായി തീരാൻ? ഒരു പാപി മതി. അതുകൊണ്ട് ഇതൊരു സഭ ഒരു ബാലൻസിലാണ് പോകുന്നത്. എല്ലാവരും ആത്മാവിൽ ഐക്യപ്പെട്ട് ഒന്നിച്ച് പോകുന്നത്. എന്നാലേ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വരത്തുള്ളൂ. കർത്താവ് വരാത്ത ഈ ആയിരങ്ങൾ കൂടുന്നതിനൊന്നും സഭ എന്ന് ഞാനും വിളിക്കത്തില്ല, കർത്താവും വിളിക്കത്തില്ല. ദൈവവചനപ്രകാരം നോക്കിയാൽ അതൊന്നും ഒരു കൂട്ടം നമുക്ക് പറയാം. ഇവിടെ ഇപ്പോൾ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ഒരു എക്സിബിഷന് കൂടുന്ന കൂട്ടം പോലെ ഒരു കൂട്ടം, ഒരു പ്രോഗ്രാമിന് കൂടുന്ന കൂട്ടം പോലെ, ഒരു സെമിനാറിന് കൂടുന്ന, ഒരു വർക്ക്ഷോപ്പിന് കൂടുന്ന ഒരു കൂട്ടം. സഭ എന്ന് പറയുന്നത് എല്ലാവരും വിശുദ്ധിയോടുകൂടി പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കുവാൻ യോഗ്യമായിട്ട് അവരോരെ തന്നെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അതിൻ്റെ തലേ ദിവസമേ കർത്താവേ ഞാൻ നാളെ ആരാധനയ്ക്കാണ് പോകുന്നത്, ശുദ്ധീകരണത്തോടുകൂടി ദൈവസന്നിധിയിൽ വരുന്നതാണ് ദൈവത്തിൻ്റെ സഭ. അവിടെ കർത്താവ് അങ്ങനെയുള്ള 2-3 പേര് കൂടുമ്പോൾ എണ്ണ ഒന്നും ഒത്തിരി വേണ്ട, 3 പേരെ മതി. 2-3 പേര് കൂടുമ്പോൾ കർത്താവ് ഇറങ്ങി വരും. കർത്താവ് ഇറങ്ങി വരാതെ ഇനി ഇവിടെ കിടന്ന് ഇത് ചെറിയ സബൂഫറാണ്, 12-15 ഇഞ്ച് ഏതാണ്ടേ ഉള്ളൂ. ഇതൊന്നും അല്ല, ഇവിടെ മുഴുവനും നല്ല റോക്കിംഗ് വലിയ സബൂഫേഴ്സ് വെച്ച് ഇടിച്ച് തകർത്താലും തൂണുകളൊക്കെ കുലുങ്ങും നല്ലാതെ, ഇവിടെ ഒരു എഫക്റ്റൊക്കെ ഉണ്ടാക്കാം നല്ലാതെ കർത്താവ് ഇറങ്ങി വരത്തില്ല. ആർക്കും ശുദ്ധീകരണം ഉണ്ടാകത്തില്ല, ആർക്കും സ്വർഗരാജ്യത്തിന് യോഗ്യരാകത്തില്ല. ഈ പാട്ടൊക്കെ നല്ല, ഇന്നലെ ഞാൻ അവിടെ പാടിയ പാട്ടുകാരൻ ഒരു FX പ്രോസസ്സർ ഉപയോഗിച്ചു. ഞാൻ പാട്ട് കഴിഞ്ഞ് പുള്ളിയോട് പോയി ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബോസിൻ്റെ ഒരു വോക്കൽ പ്രോസസ്സറാന്ന് പറഞ്ഞു, V2 എന്ന് എൻ്റെ പേര്. ഇവർ പറഞ്ഞു, കുഞ്ഞുങ്ങൾ പറഞ്ഞു അത് കൊള്ളാലോ അപ്പോൾ ഒന്ന് വാങ്ങിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു, 35,000 രൂപ. അതിപ്പം നമുക്ക് ഇങ്ങനെ വടിയാദ്യം അല്ല ഞാൻ പറഞ്ഞത്. പുള്ളി അതിൻ്റെ അകത്ത് 1-2 പഴയ പാട്ടുകൾ പാടാൻ പുള്ളി ആ വോക്കൽസ് കൊയർ എഫക്റ്റിലോ കോറസ് എഫക്റ്റിലോ ഇട്ടും ഒരാളാണ് പാടുന്നത്, ഒരു 8 പേര് പാടുന്നത്. ഈ വെറും ഡബിൾ അല്ല, വെറും എക്കോ ഡബിൾ ഡിലേ റിവേർബ് അതല്ല. ഇത് നമ്മൾ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക എഫക്റ്റ്. ഒരു 8. അപ്പം ഞാൻ നോക്കും ആരാണ്, ഞങ്ങളെല്ലാവരും നോക്കും, ആ സദസ്സിലുള്ള മുഴുവൻ ആൾക്കാരും നോക്കും. ഇത് ഒറ്റയാൾ പട്ടാളോ? പുള്ളി തന്നെയാണ് വന്ന് സൗണ്ട് സിസ്റ്റം ഒക്കെ എടുത്ത് ലിഫ്റ്റിലടുത്ത് വെച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് പുള്ളി തന്നെയാണ് പാടുന്നത്, പുള്ളി തന്നെയാണ് കൊട്ടുന്നത്, എല്ലാം പുള്ളി തന്നെ. ചിലവ് കുറഞ്ഞിരിക്കാൻ ആ കുടുംബം അങ്ങനെ ചെയ്തതാണ്. ആ പുള്ളി ഇതുപോലെ സഹായിക്കാൻ വേണ്ടി ദൈവമക്കളുടെ ഒക്കെ പ്രോഗ്രാംസ് വന്ന് പാടുന്ന ഒരു ദേവദാസിൻ്റെ മോനോടാണ്. പുള്ളി ഒരു പാട്ട് പാടിയിട്ട് ഒരു 6-7-8 പേരിരുന്നിട്ട് ഞാൻ നോക്കി ഈ സദസ്സിൻ്റെ അകത്ത് ഇരിക്കുന്ന ആരെങ്കിലും മൈക്ക് ഉപയോഗിച്ച് പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അത് എന്തുമായിരുന്നു, നല്ല എന്നാ ഇമ്പുമായിരുന്നു. അത് ആരും പറഞ്ഞു എന്ന് പറഞ്ഞ പോലുള്ള എഫക്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ, പാട്ട് കേൾക്കുമ്പോൾ കണ്ണുനീരൊക്കെ വരുന്നേ. ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ട് എല്ലാവരും കരയാത്തവരാരെങ്കിലും ഉണ്ടോ? അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണോ? ഞങ്ങൾ സ്ഥിരം കൊണ്ട് പ്രോജക്ടർ പണ്ട് ക്യാമ്പസ് ക്രൂസേഡിൻ്റെ കാലത്ത് തൊട്ട് 80-കൾ 90-കൾ തൊട്ട് ഞങ്ങൾ ഗ്രാമങ്ങളിൽ പ്രോജക്ടർ കാണിക്കുന്നതല്ലേ. കാണിക്കുന്ന ആ ഗ്രാമം മുഴുവനും കരയും. ഞങ്ങൾ കണ്ണൂരും ആന്ധ്രയിലുള്ള ഗ്രാമങ്ങൾ, ഇവിടെ കൂടുതലും ഗ്രാമങ്ങളിലൊക്കെ കണ്ണൂർ ആ ഏരിയയിലൊക്കെ കോഴിക്കോടൊക്കെ എല്ലാം കാണുന്നവർ, ഇടുക്കി ഏരിയയിലൊക്കെ ഒത്തിരി ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം കാണുന്നവർ മുഴുവൻ കരയും. ആ കരഞ്ഞവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ എഫക്റ്റ് കേട്ട് പാട്ട് കേൾക്കുമ്പോൾ കരഞ്ഞവരാരും രൂപാന്തരം വരുത്തില്ല, അതിലൊന്നും നിലനിൽക്കത്തില്ല. വചനത്തിൻ്റെ മുമ്പിൽ തീരുമാനമെടുക്കണം രൂപാന്തരപ്പെടണമെങ്കിൽ. കർത്താവെ ആ കേട്ട വചനത്തിലും എന്നെ സമർപ്പിക്കുന്നു, ഞാൻ ആ വചനപ്രകാരം ജീവിച്ചു കൊള്ളാം. അവിടാണ് ഒരു പണി, സ്റ്റെപ്പ് നമ്പർ 1. അങ്ങനെ ഓരോ പണി ജീവിതത്തിൽ നടക്കുമ്പോഴാണ് അക്കോർഡിംഗ് ടു ദ ഇമേജ് ഓഫ് ദ സൺ ഓഫ് ഗോഡ്, ആ ദൈവപുത്രൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ ആക്കുകയും സ്വർഗരാജ്യത്തിന് യോഗ്യര. കാഹളം ഊതുമ്പോഴേ വിവരം അറിയത്തുള്ളൂ. നമ്മൾ ഈ എടുക്കപ്പെടും എന്ന് വിചാരിക്കുന്നവരൊന്നും എടുക്കപ്പെടത്തില്ല. ഒരു ചെറിയ ശേഷിപ്പ് മാത്രം എടുക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് നിലവിളിക്കും, അയ്യോ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടോ, ഇനി പിന്നെ ഒരു ചാൻസ് ഉണ്ടോ? ഇല്ല. അല്ല, നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ കേൾക്കുന്ന വചന പ്രകാരം നമ്മളെ തന്നെ. ഇപ്പം ഇവിടെ നടന്ന ആ മാറ്റം അതെന്തിനാ? 4-ാമത്തെ വായിച്ചു. വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഡിസിപ്ലിനിങ് സംഭവിച്ചാലേ പറ്റൂ. അതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൽ അവിടെ എല്ലാം ഐ ഡിസിപ്ലിൻ മൈ ബോഡി, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച്, അല്ല ഞാൻ ഈ പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരുതാത്തവനായി തീരും. അപ്പോസ്തലൻ പറയുക, ഞാൻ തന്നെ എൻ്റെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്താലേ പറ്റൂ. എത്ര സ്ഥലത്താണെന്നറിയാം, എബ്രായ ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്, അവൻ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യും? കർത്താവ് ശിക്ഷിക്കുന്നു.
അപ്പോൾ ശിക്ഷ, ഡിസിപ്ലിനിങ് അത് ദൈവവചനപ്രകാരം ഉള്ളതാ. ദൈവവചനം കേൾക്കുന്ന ആശ്വാസത്തിന് മാത്രമല്ല. കർത്താവ് ഓപ്പറേഷൻ പഴുപ്പുള്ളിടത്തൊക്കെ എന്ത് ചെയ്യണം? അതൊന്ന് കീറണം ഇല്ലേ, പഴുപ്പ് പുറത്തു വരണം. എന്നിട്ടാണ് കർത്താവ് എണ്ണയിട്ട് സ്തോത്രം, ദൈവം നമുക്ക് ആശ്വാസം തരുന്നത്. അപ്പം ഡിസിപ്ലിനിങ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്, അത് വളരെ വ്യക്തമാണ്. 5-ാമത്തെ വാക്യം. ഇനി 5 തൊട്ട് 10 വരെയും ഒരു കാര്യത്തെ പറ്റിയാണ് അപ്പോസ്തലൻ പറയുന്നത്. അത് ഏത് വിഷയമാണ് എന്നവിടെ വ്യക്തമായിട്ടല്ല, അതൊരു വിഷയമായിരിക്കും, നമുക്ക് ചിന്തിക്കാം. 5-ാമത്തെ വാക്യം തൊട്ട്. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിലേറെ പറയരുതല്ലോ. നിങ്ങളെ എല്ലാവരും ദുഃഖിപ്പിച്ചിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു, എന്നെ അല്ല നിങ്ങളെല്ലാവരും ദുഃഖിപ്പിച്ചിരിക്കുന്നു. ഇത് ഒരു വ്യക്തിയെപ്പറ്റി തൻ്റെ പാപത്തെ പൗലോസ് പറയുകയും ഇപ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ മതി, ഇപ്പം താൻ മാനസാന്തരപ്പെട്ട് കാണും, തന്നെ തിരിച്ച് സ്വീകരിക്കാൻ ഫിലിമോനോട് പറയുന്ന ഒരു ഒനേസിമോസ് ഉണ്ട്. അതല്ല ഇവിടെ, ഒനേസിമോസ് അല്ല. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഒനേസിമോസ് ആണോ? അല്ല, ഇത് കൊരിന്ത്യ സഭയോടാണ് പറയുന്നത്. കൊരിന്ത്യ സഭയിലുള്ള ഒരാളാണ്. താഴോട്ട് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി പിടികിട്ടും. അവന് ഭൂരിപക്ഷത്താനുണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. താഴോട്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. 5-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ, ഇത് 2 കൊരിന്ത്യർ തുടങ്ങുന്നേ ഉള്ളേ. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നിങ്ങൾ അത് ശരിക്കും ഓർക്കുന്നുണ്ടല്ലോ. സ്വന്തം അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നവൻ, ജാതികൾ കേട്ട് അറയ്ക്കുന്ന പാപം, ആ അധർമ്മിയെ എന്ത് ചെയ്യണം? നിങ്ങൾ സഭയിൽ നിന്ന്, താൻ സഭയിൽ ഒരു പണക്കാരനായിരിക്കും, താൻ ഒരു ബിഗ് ഷോട്ടായിരിക്കും, ദേശത്തെ ഒരു അത്യാവശ്യം രാഷ്ട്രീയ ഹോൾഡൊക്കെ ഉള്ള ഒരാളായിരിക്കും. അതൊക്കെ ഇരിക്കട്ടെ, സഭയ്ക്ക് എപ്പോഴെങ്കിലും പ്രയോജനമാകുമെന്ന് പറഞ്ഞ് പല പാസ്റ്റർമാരും വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഞാൻ ഓർക്കുന്നു, ഒരു പുള്ളിക്ക് 2 ഭാര്യമാരുണ്ട്. ഞാൻ ആ ദേവദാസിനോട് ചോദിച്ചാൽ പറയാം, പുള്ളിക്ക് ഭയങ്കര രാഷ്ട്രീയ ഹോൾഡാണ്, സഭയ്ക്ക് ഏത് ആവശ്യം ഉണ്ടെങ്കിലും ആ വ്യക്തി ആ കാര്യങ്ങൾ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ രാഷ്ട്രീയം 3 ഭാര്യ ഒക്കെ ആകാമല്ലോ, ഇനി എത്ര രാഷ്ട്രീയ ഹോൾഡ് കൂടുന്നതനുസരിച്ച് കുഴപ്പമില്ലല്ലോ. ആ വൃത്തെ ദേവദാസൻ, അസോസിയേറ്റ് ദേവദാസൻ എന്നോട് പറഞ്ഞതാണ്. അപ്പം രാഷ്ട്രീയ ഹോൾഡ് ഉണ്ടെങ്കിൽ 2 ഭാര്യമാരാകാം. ഇവിടെ എറണാകുളത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാ ഇന്നത്തെ ആൾക്കാർ. ഇച്ചിരി ഒരു ഹോൾഡൊക്കെ ഉണ്ട്, ഇച്ചിരി ഒരു കാര്യങ്ങളൊക്കെ സഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി. അപ്പോൾ വേറൊരു കാര്യം എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറയുന്നില്ല, ഒരു ദേശത്ത് ഒരു വലിയൊരു മീറ്റിംഗ് താൻ സ്പോൺസർ ചെയ്ത് നടത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന സെലിബ്രിറ്റീസൊക്കെ വന്ന ആ മീറ്റിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ചിലവ് മുഴുവൻ വഹിച്ച ആ സഹോദരൻ. അപ്പം പോയി തീർന്നു. 2 ഭാര്യ അല്ലെങ്കിൽ കാണിച്ചു കൂട്ടുന്ന പാപം, ബിസിനസ്സിൽ കാണിച്ചു കൂട്ടുന്ന പാപം, ഇതൊന്നും ഇനി അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം പുള്ളിക്ക് രാഷ്ട്രീയ ഹോൾഡും ഉണ്ട്. പുള്ളി മീറ്റിങ്സ് എല്ലാം വലിയ മെഗാ ക്രൂസൈഡ്സ് ഒക്കെ പുള്ളിയാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴത്തെ ഇവിടെ ഈ കൊരിന്ത്യ സഭയിൽ. അതുകൊണ്ട് പാസ്റ്ററിന് ഒരു ആക്ഷൻ എടുക്കാൻ, അവിടുത്തെ പാസ്റ്ററിന് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയില്ല. മൂപ്പന്മാർക്ക് ഒരു ആക്ഷൻ, പുള്ളിയുടെ എതിരെ ആക്ഷൻ എടുത്താൽ പുള്ളിയും ഇവരുടെ എതിരെ ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ സഭ കുലുങ്ങിപ്പോവും. എന്ന് വെച്ചാൽ കുറേ നാളായി വെച്ചുകൊണ്ടിരിക്കുക, കുറേ നാളായി പുള്ളി കുറേ കാര്യങ്ങൾ സഭയെ ചെയ്തുകൊണ്ടിരിക്കുക. ആ വ്യക്തിയെ പൗലോസാണ് ശക്തിയോടുകൂടി പറഞ്ഞത് പുറത്ത് കളയാൻ. ആ അധർമ്മി എന്ത് ചെയ്യില്ല, പുറത്ത്. എന്നിട്ടാണ് ആ 5-ാം അധ്യായത്തിൽ ലാസ്റ്റ് എഴുതി, ഇതുപോലുള്ള ദ്രവ്യാഗ്രഹി, അധർമ്മി, അത്യാഗ്രഹി അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ ഭക്ഷണം പോലും കഴിക്കല്ല. അപ്പോൾ എല്ലായിടത്തും പോയി ആമേൻ പറയാൻ പറ്റത്തില്ല, എല്ലായിടത്തും ഭക്ഷണം കഴിക്കാൻ. ദൈവമക്കളുടെ ഇടയ്ക്കുള്ള കാര്യം, ഇതെല്ലാം ദൈവമക്കളാണ്. കൊരിന്ത്യ സഭയോടാണ് പറഞ്ഞത് ദൈവമക്കളെ. എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തി, ഇങ്ങനെ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേര് പോലും നിങ്ങളുടെ മധ്യത്തിൽ എന്ത് ചെയ്യണം? അങ്ങനെ ഒരാളല്ല, അങ്ങനെ ഒരു സ്വഭാവത്തിൻ്റെ പേര് പോലും നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകല്ല. അല്ലെങ്കിൽ കർത്താവ് നിങ്ങളെ സഭയായിട്ട് കൈവിടും, വലിയ ന്യായവിധി നിങ്ങളുടെ മേലുണ്ടാവും. ദൈവദാസനും മൂപ്പന്മാരും എല്ലാവർക്കും ഉണ്ട്, അതിനകത്ത് സഭയ്ക്ക് മുഴുവനും ഉണ്ട്. ഈ സഭയിലെ ചില ആൾക്കാർ പറയുമ്പോൾ ഇത് വചനം അനുവദിക്കുന്നില്ല, ഒന്നി ആ വ്യക്തി ക്രമീകരണം പ്രാപിക്കണം, അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന് തീരുമാനം എടുക്കുന്നവരെയും പൗലോസ് എന്തായാലും പറഞ്ഞ് അവനെ പുറത്ത് കളാ. ആ വ്യക്തി ആയിരിക്കും, ആരാ വ്യക്തി എന്ന് കറക്റ്റ് പറയാത്തതുകൊണ്ട് ഞാനും ചിലർ ചെയ്യുന്ന പോലെ ഒരു കൺക്ലൂഷനിലായിട്ടൊന്നും ഞാൻ വരുന്നില്ല. 5 തൊട്ട് 10 വരെ നിങ്ങൾ ഇത്രയും ആ വ്യക്തിക്ക് ശിക്ഷ കൊടുത്തു, ആ വ്യക്തിയെ പുറത്ത് കളഞ്ഞു. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യേ? സ്നേഹത്തിൻ്റെ ആത്മാവിൽ, ഇന്നത്തെ കാലമാണ് എങ്ങനെയാണെന്നറിയാം, ഒരിടത്തുനിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ 100 പേരുണ്ട് സ്വീകരിക്കാൻ. ഇവിടെ നിന്ന് ചാടി അപ്പുറത്തോട്ട് ചാടാം, അവിടെ നിന്ന് ചാടി അപ്പുറത്തോട്ട് ചാടാം. ചാടാൻ 100 സ്ഥലങ്ങളുണ്ട്. വേറൊരാളെ കിട്ടാൻ വേണ്ടി തലയിലെടുത്ത് വെക്കുകയും പൊക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാൻ 100 പേര് പറയും. ഇതുപോലൊരു ഹോൾഡുള്ള പാപിയാണേലും അത് പാപിയൊക്കെ പിന്നെയല്ലേ അല്ലല്ലേ അറിയുന്നതും, അല്ലെങ്കിൽ അറിഞ്ഞാലും അതൊരു വിഷയമൊന്നുമല്ല. ഇച്ചിരി കാശും ഹോൾഡും ഒക്കെ ഉള്ള ഒരാളാണ് ഇവരെ പൗലോസ് കളഞ്ഞ, അല്ലെങ്കിൽ കൊരിന്ത്യ സഭ പുറത്ത് കളഞ്ഞ ആളെ സ്വീകരിച്ചേനെ. പക്ഷേ അന്നത്തെ കാലം അതല്ലായിരുന്നു. കൊരിന്ത്യയിൽ ഈ ഒരു ദൈവസഭയെ ഉള്ളായിരുന്നു. ഓരോ ദേശത്ത്
അന്ന് ആദ്യകാലമായതുകൊണ്ട് വേറെ ബ്രാഞ്ച് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ടും വേറെ ഓർഗനൈസേഷൻസ് ഒന്നും അന്ന് വന്നില്ലാത്തതുകൊണ്ട് രജിസ്റ്റർ ഒന്നും ചെയ്ത് തുടങ്ങിയില്ലാഞ്ഞുകൊണ്ട് ഒരു സഭയേ ഉള്ളൂ. ഇവർ പുറത്ത് കളഞ്ഞാൽ ആ വ്യക്തിയുടെ ആരാധന ഇല്ലാതാവും. ആ വ്യക്തി ആരാധനയ്ക്ക് വന്നാലല്ലേ ദൈവത്തിൽ നിന്ന് വചനം കേട്ട് കുറ്റബോധം വന്ന് ആ പാപത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ പുറത്ത് കളയുവാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തോ? സഭ പുറത്ത് കളയുവാന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് മേലിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ഈ വ്യക്തിക്ക് കൊരിന്ത്യയിൽ നിന്ന് എഫെസോസിൽ പോയി രാജ്യങ്ങൾ മാറിപ്പോയി ആരാധിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അന്നത്തെ പരിമിതമായ ട്രാവൽ ഇതിൻ്റെ അകത്ത് അതൊന്നും പറ്റത്തില്ല. അപ്പോൾ പുറത്ത് കളയുവാന്ന് വെച്ചാൽ ആ വ്യക്തി നരകത്തിൽ പോകും. ഒരു വ്യക്തി പോലും നരകത്തിൽ പോകുന്ന യേശുവിനും ഇഷ്ടമല്ല. ഒരു വ്യക്തി പോലും നരകത്തിൽ പോകുന്ന യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസിനും ഇഷ്ടമല്ല. അതുകൊണ്ട് താൻ ആത്മാവിലാണ്, തൻ്റെ അഭിപ്രായമൊന്നുമല്ല ഇവിടെ, താൻ ആത്മാവിൽ അവരോട് ഇരുന്ന് അത് മതി, ആ വ്യക്തിക്ക് കൊടുത്ത ശിക്ഷ മതി. വായിച്ചാട്ടെ. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അല്ലെങ്കിൽ അതിദുഃഖത്തിൽ എന്ത് ചെയ്യും? മുങ്ങിപ്പോവും. നിങ്ങൾ അവനോട് സ്നേഹിക്കുകയും അവന് ആശ്വാസം കൊടുക്കുകയും വേണം. യെസ്, വായിച്ചാട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ സ്നേഹം. അപ്പോൾ ഉടനെ വേണേൽ കമ്മിറ്റിക്കാർ പറയാം, പാസ് പറഞ്ഞിട്ടല്ലേ പുറത്താക്കിയത്, ഇപ്പോൾ ആ പാസ് തന്നെ പറയുക സ്വീകരിക്കാൻ. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. പാസിന് ഇങ്ങനെ തോന്നുമ്പോൾ ഓരോന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും അങ്ങനെയൊക്കെ വേണേൽ അവർക്ക് പറയാം. ജഡികമായിട്ട് ചിന്തിച്ചാൽ ഉടനെ ഒരു മാനുഷികമായിട്ട് ചിന്തി നമുക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നും. ആ അപ്പോസ്തലൻ തന്നെ പറഞ്ഞു എടുത്ത് പുറത്ത് കളയാൻ. ഞങ്ങളെടുത്ത് എത്ര വിഷമമായിരുന്നു ഞങ്ങൾക്ക് പുറത്ത് കളയാൻ. ഞങ്ങൾക്ക് വായിക്കുക സഭയ്ക്ക് വലിയ ദോഷവും ക്ഷീണമൊക്കെ ആയിരുന്നു. സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ലേ, ഇപ്പോൾ എടുത്ത് പുറത്ത് കളയും. ഇപ്പം പാസ്റ്റർ ആ അപ്പോസ്തലൻ തന്നെ പറയുന്നു നിങ്ങളങ്ങ് സ്നേഹത്തിൻ്റെ ആത്മാവിൽ. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് സ്നേഹത്തിൻ്റെ ആത്മാവില്ലായിരുന്നു. കറക്ഷൻ വേണ്ടടുത്ത് കറക്ഷൻ വേണം. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളല്ല, കർത്താവിൻ്റെ ആത്മാവാണ്. കാര്യം ഇവിടെ ഇറങ്ങി വരേണ്ടത് ആരാ? പാസ്റ്റർ അല്ല. 100 പാസ്റ്റർമാർ വന്നാലും കർത്താവ് ഇറങ്ങി വന്നില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? പാപമുള്ളിടത്ത് കർത്താവ് ഇറങ്ങി വരത്തില്ല. പാപവുമായിട്ട് കർത്താവിനൊരു കോംപ്രമൈസും ഇല്ല. അൻസറിനക്കേടിൻ്റെ ആത്മാവ് വ്യാപരിക്കുകയും അതിന് കൂട്ട് നിൽക്കുന്ന ഒരു കമ്മിറ്റിയും ദേവദാസന്മാരും മൂപ്പന്മാരുള്ളിടത്ത് കർത്താവ് ഇറങ്ങി വരത്തില്ല. അത് വിശുദ്ധിയിൽ ക്രമീകരിക്കുകയും അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ ആത്മാവ് നിങ്ങൾ എന്ത് ചെയ്യുക? റീ അഫേം ഹിം ഇൻ ലവ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ സകലത്തിലും അനുസരണം ഉള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത്. അവനെ ആ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ തീരുമാനമെടുത്തു. ആ ദൈവം നിങ്ങളെ മാനിച്ചു. ആ വ്യക്തിക്കും കൊടുത്ത ശിക്ഷ ദൈവം തീർച്ചയായിട്ടും ചില വർഷങ്ങൾ കഴിഞ്ഞ് കാണും. ഇത് ഈ 1 എഴുതിയിട്ട് 1 കൊരിന്ത്യർ 5-ാം അധ്യായം പിന്നെ 2 കൊരിന്ത്യർ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 15-20 വർഷം ഉണ്ടായിട്ടുണ്ട്. 10 വർഷമെങ്കിൽ മിനിമം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ അന്ന് അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയുവാനോടാണ്. നിങ്ങളെ ദൈവാലോചനയായിട്ട് അത് ഏറ്റെടുത്തു, അനുസരിച്ചു. സ്നേഹത്തിൻ്റെ ആത്മാവിൽ അവനെ എന്നിട്ട് ക്ഷമിക്കാനാ 10-ാമത്തെ വാക്യം. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നതിനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. പത്രോസും പൗലോസുമായിട്ടുള്ള വ്യത്യാസം ഇതാണ്. പത്രോസ് ആണെങ്കിൽ ഉള്ള കാര്യം നിങ്ങൾ ക്ഷമിച്ചതിന് സ്തോത്രം, അത്രയേ ഉള്ളൂ. പൗലോസ് ആണെങ്കിൽ അത് ഫിലോസഫിക്കലായിട്ട് പറഞ്ഞു. ഞാൻ ക്ഷമിക്കുമോ എന്ന് വിചാരിച്ച് നോക്കി, നിങ്ങൾ ക്ഷമിക്കുമായിരുന്നില്ല, പക്ഷെ നിങ്ങൾ ക്ഷമിച്ചതിന് നിങ്ങളോട് ഞാനും ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ഫിലോസഫിക്കൽ പ്രസൻറ്റേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ആ 10-ാമത്തെ വാക്യത്തിൻ്റെ ഫിലോസഫിക്കൽ പ്രസൻറ്റേഷൻ കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, പേടിക്കണ്ട. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാരണം. നിങ്ങൾ ആ വ്യക്തിയോട് എന്ത് ചെയ്യുക? ക്ഷമിക്കുക. നിങ്ങൾ എന്നോട്, പൗലോസ് പറയുക, എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞു. പൗലോസിനെ കുറേ ചീത്ത വിളിച്ചു. ഇത്രയും സ്ട്രിക്റ്റായിട്ട് തന്നോട് പറഞ്ഞതിനെ വട്ടെന്ന് വരെ, ഭ്രാന്തെന്ന് വരെയും പറഞ്ഞു. നമ്മൾ പഠിച്ചതാണ് 1 കൊരിന്ത്യർ പഠിച്ചപ്പോൾ തനിക്ക് ഈ ഫൂൾ. യെസ്, ഐ എം എ ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്. ഞാൻ ക്രിസ്തു നിമിത്തമാണ് പോഷനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഫൂൾ എന്നൊക്കെ വിളിച്ചു. കാണുന്നൊക്കെ വായി തോന്നിയതൊക്കെ വിളിച്ചു. ജീവിതം ഇല്ലാത്തവനും അല്ലെങ്കിൽ ആദ്യം നീ നിന്നെ തന്നെ ശരിയാക്കാനും ഒക്കെ പറഞ്ഞു. അതൊക്കെ പൗലോസ് അതിനെല്ലാം നീതീകരിച്ച് പറയുന്നുണ്ട് 1-ാം ലേഖനം. നമ്മളതെല്ലാം പഠിച്ചതാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞതും ഞാൻ ക്ഷമിച്ചു. പൗലോസ് പറയാം, നിങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു, നിങ്ങൾ കർത്താവിനെ പറ്റി പറഞ്ഞത് കർത്താവും ക്ഷമിച്ചു. നമ്മൾ ഇനി എന്തുവാ ചെയ്യേണ്ടത്? ഒന്നിച്ച് ഞാനും ആ വ്യക്തിയോട്, ഞാനല്ലേ ആ വ്യക്തിയോട് ഇത്രയും ദേഷ്യത്തോട് പറഞ്ഞ് അവനെ പുറത്ത് കളയാൻ പറഞ്ഞത്, ഞാനും ആ വ്യക്തിയോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ആ വ്യക്തിയോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? 15-ാമത്തെ വാക്കോട് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ. അല്ലെങ്കിൽ സാത്താൻ എന്ത് ചെയ്യും? നമ്മളെ തോൽപ്പിക്കും. അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. പ്രൈസ് ലോർഡ്. അല്ല, ക്ഷമിക്കാൻ പറ്റാത്ത ഒരാത്മാവ്, an unforgiving spirit, ഒരാളോട് ക്ഷമിക്കുവാൻ പറ്റാത്ത മത്സരം. കർത്താവ് നമ്മളോട് ക്ഷമിച്ചെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് എന്ത് ചെയ്യാം?
അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുകഞ്ഞു വരുമല്ലോ. എന്നാലും ആ വ്യക്തി എന്നോട് ഇത്രയും ദോഷം ചെയ്തല്ലോ, എൻ്റെ സൈഡിൽ ഒരു തെറ്റുമില്ലാഞ്ഞിട്ട് എന്നോട് ഇത്രയും പറഞ്ഞല്ലോ. നമുക്ക് ദോഷം ചെയ്തവർ ഒത്തിരി ഉണ്ടെന്നേ, എനിക്കുണ്ടെന്നേ, നിങ്ങൾക്കുണ്ടെന്നേ. ഇപ്പോഴും ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവർ കാണും. അവരോടൊക്കെ ക്ഷമിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ എന്ത് ചെയ്യണം? ക്ഷമിക്കുവാൻ ഒരു ഫൊർഗീവിങ് സ്പിരിറ്റ് ഇല്ലേ? സോ അൺഫൊർഗീവിങ് സ്പിരിറ്റ് അത് പിശാചിൻ്റെ. ക്ഷമിക്കുവാൻ പറ്റാതെ വരുമ്പോൾ ദേഷ്യവും ക്രോധവും മത്സരവും ഒക്കെ അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവനോട് ക്ഷമിക്കാം. ക്ഷമിച്ചില്ലെങ്കിൽ സാത്താൻ അവനെ നശിപ്പിച്ചു കളയും. ഞാൻ പറഞ്ഞല്ലോ, ഈ കൊരിന്ത്യ സഭ വിട്ടാൽ ഉടനെ അടുത്തൊരു സഭയിൽ പോയി അവിടെ മെമ്പറായിട്ട് ഇരുന്നേനെ ഈ കാലഘട്ടമായിരുന്നെങ്കിൽ. ഇത് ആദ്യം സഭ അപ്പോസ്തോലിക കാലഘട്ടമായതുകൊണ്ട് വേറൊരു സഭ കൊരിന്ത്യയിലില്ല. നിങ്ങൾ അവരെ കൈവിട്ടാൽ അവൻ നശിച്ചു പോകും. അവൻ പണ്ട് പാപിയായിരുന്നെങ്കിൽ ഇപ്പം മഹാപാപിയായിട്ട് ജീവിക്കും. ഇനി കർത്താവും വേണ്ട, ഒന്നും വേണ്ട, അവൻ ലോകത്തിൽ ജീവിക്കും. തീർച്ചയായിട്ടും ദൈവം കണ്ടിട്ടുള്ളവനാണ്. ദൈവം അവനോട് ഇടപെട്ടിട്ടുണ്ട്. ദൈവസന്നിധിയിൽ അവൻ ക്രമീകരണം പ്രാപിച്ചിട്ടുണ്ട്. താൻ ക്രമീകരണം പ്രാപിച്ചു എന്ന് പൗലോസിന് റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ല താൻ പാപിയായിട്ട് ഇരിക്കുമ്പോഴല്ല പറഞ്ഞത് അന്ന് അവനെ ക്ഷമിച്ച്. ഒത്തിരി സമയമായാലും ടൈം ഫ്രെയിം കൊടുത്തിട്ട് നമ്മളിപ്പോൾ 10 വർഷമായാലും അവനെ പുറത്താക്കിയിട്ട് അന്ന് അവനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനല്ല പറഞ്ഞത്. തൻ്റെ ജീവിതത്തിലെ രൂപാന്തരം ഒന്നി നേരിട്ടോ പരിശുദ്ധാത്മാവിലോ പൗലോസ് അറിഞ്ഞിട്ടാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഒന്നും ആവശ്യമില്ലാത്തതും തോന്നിയതും ഒന്നും എഴുതത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ സത്യം ഉവ്വ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ താൻ ആത്മാവിലോ വ്യക്തികൾ കൂടോ താൻ അറിഞ്ഞിട്ട് പറയുന്നു, ഇനി ഒരു കാര്യമേ ഇനി ചെയ്യാനുള്ളൂ. താൻ ക്രമീകരണം പ്രാപിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഉൾക്കൊള്ളണം. സഭയിൽ നിന്ന് പാപം നിമിത്തം, ജാതികൾ കേട്ടാൽ ഞെട്ടുന്ന പാപം നിമിത്തം ഗെറ്റ് ഔട്ട്, പുറത്താക്കിയതാണ്. ഇനി ആ വ്യക്തിയെ സഹോദരാ അത് പറഞ്ഞ് വിശുദ്ധ ചുംബനത്തിൽ എന്ത് ചെയ്യണം? ഹാലല്ല, ചുംബനമൊക്കെ കൊടുക്കാൻ ഇച്ചിരി പാടാ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തം സഹോദരനായിട്ട് സ്വീകരിച്ച് ക്ഷമിക്കണം. ഫിലമോനോട് ഒനേസിമോസിനെ പറ്റി പറയുന്ന പോലെ, ഒരു ഒനേസിമോസിൻ്റെ കാര്യം നമുക്കറിയാം. താൻ മോഷ്ടിച്ച് പോയതാ, ഒത്തിരി കഷ്ടവും നഷ്ടവും ഉണ്ടാക്കിയതാണ്. ആ ഫിലമോനോട് പറയുക, താനിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്, സഹോദരൻ ആ ജയിലിൽ അവർ ഒന്നിച്ചുണ്ടായിരുന്നു, തന്നെ എന്ത് ചെയ്യണം? ഞാൻ നിൻ്റെ അടുത്തോട്ട് അയക്കുക, നീ പഴയതിനേക്കാൾ ഉപരി അവനെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു വലിയൊരു പാഠമാണ് ഇവിടെ പഠിക്കുന്നത്. അല്ലെങ്കിൽ സാത്താൻ ഇവിടെ പിന്നെ നീ പുറത്താക്കിയാൽ, അവനെ സ്വീകരിച്ചില്ലെങ്കിൽ സൈറ്റൻ വിൽ ടേക്ക് അഡ്വാൻറ്റേജ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കൊരു അൺഫോർഗിവിങ് സ്പിരിറ്റ് അല്ലെങ്കിൽ ക്ഷമിക്കുവാൻ കഴിയത്തില്ല എന്ന് ദൈവത്തോട് കംപ്ലൈൻറ്റ് പറയും. അത് നിങ്ങളുടെതിരെ ദൈവത്തിൻ്റെ നീതി കരം വിരോധമായി തീരും. അതുപോലെ തന്നെ അവനോട് പറയും, കണ്ടില്ല ഇത്രയും നാളായിട്ട് ക്ഷമിക്കാത്ത ഒരു കൂട്ടം അവരാണോ ദൈവമക്കൾ, നിനക്കിനി യേശുവിനെ വേണ്ട, കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് അവൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും? ദൈവകൃപയിൽ നിന്ന് മാറിപ്പോണ്ട്. സാത്താൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഇതാണ് സാത്താൻ്റെ തന്ത്രം. രണ്ട് പേര് തമ്മിൽ പിണക്കം ഉണ്ടാക്കിയിട്ട് ഇവിടും വന്ന് ചെവിയിൽ ഒന്ന് പറയാം, അവിടും വന്ന് ഒന്ന് പറയാം, രണ്ടും കൂടെ അടിപ്പിടി കൂട്ടിയിട്ട് രണ്ടുപേരെയും ദൈവകൃപയിൽ അല്ലാതാക്കി കളയുന്ന ഒരു തന്ത്രമാണ് സാത്താൻ്റെ തന്ത്രം. ഞങ്ങൾ ഇവരല്ല, എല്ലാ കൗൺസിലേഴ്സും പറയും, ഞങ്ങളും പറയുന്ന പോലെ ആർക്കെങ്കിലും ഒരാൾക്ക് ബോധം വേണം. ഞാനും വേറൊരാളുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് സുബോധം ആദ്യം വരണം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സുബോധം വേണം. രണ്ടുപേർക്കും സുബോധമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് എന്ന് വെച്ചാൽ ഞാനും ഒരു ഇരുമ്പായിപ്പോട്ട് അവൻ്റെ തലയ്ക്ക് ഓടിക്കും, അവനെ എൻ്റെ തലയ്ക്ക് ഓടിക്കും, രണ്ടും താഴെ വീഴും എന്നല്ലേ. ആർക്കെങ്കിലും ഒരാൾക്ക് സുബോധം വരണം. അത് ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങൾ അല്ലെങ്കിൽ ആദ്യം ഒന്ന് റിയാക്ട് ചെയ്തതാണ് ആ ക്ഷമിക്കുവാൻ. ഒരാൾ ചിരിച്ചു തുടങ്ങിയാൽ മറ്റേ ആൾ എന്ത് ചെയ്യും? ഒന്ന് ചിരിക്കും. ആ ഒരു ദൈവസ്നേഹം അതാണ്. അതുകൊണ്ട് സാത്താൻ്റെ പദ്ധതി, സാത്താൻ അങ്ങോട്ട് പിരി ഇളകി, ഞാൻ ഇത്രയും പ്ലാൻ ചെയ്ത് ഇവരെ നശിപ്പിക്കാൻ ഒരു പരിപാടിയും പറ്റിയില്ല എന്ന് പറഞ്ഞ് പിരി ഇളകി സാത്താൻ. അതുകൊണ്ട് സാത്താൻ്റെ തന്ത്രം ഇങ്ങനെയാണ് നമ്മൾ സാത്താനെ തോൽപ്പിക്കുന്നത്, ദൈവിക ജ്ഞാനത്താൽ. അതുകൊണ്ട് സാത്താൻ എവിടെയൊക്കെ വിളച്ചിലും കൊണ്ടുവരുന്നു അവിടെയൊക്കെ കൃപയിൽ അങ്ങോട്ട് തോൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിടുതലാണ്, ജയമാണ്. ഇവിടെ കണ്ടില്ലേ, താൻ തീർച്ചയായിട്ടും കൊരിന്ത്യ സഭ അത് കേട്ട് ആലോചനയായിട്ട് കേട്ട് സ്വീകരിച്ച് കാണും. ആ വ്യക്തി നല്ല ദൈവകൃപയോടുകൂടി പഴയ നഷ്ടപ്പെട്ട അഭിഷേകമൊക്കെ തിരിച്ചു പ്രാപിച്ച് ആത്മാവിൽ ആരാധിച്ച് സഭയുടെ നല്ലൊരു തൂണായിട്ട് നിന്ന് കാണും. കഴിഞ്ഞ നാളുകളിലൊക്കെ പല ഉപദേശത്തിൻ്റെ വിഷയത്തിലൊക്കെ നമ്മുടെ കൂടെ ആരാധിക്കാൻ പറ്റാതെ അവർ തന്നെ പിരിയിളക്കി പോയവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഒരാളല്ല, 2 കുടുംബം വല്ലാത്ത ദുരുപദേശത്തിലാണ്. അവരെ ഞാൻ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഉപദേശ സത്യം ഇതാന്ന് സ്വീകരിക്കാൻ പറ്റാതെ, പക്ഷേ അതേ സമയത്ത് മറ്റുള്ള പലരും സ്വീറ്റായിട്ട്. പിശാചിൻ്റെ പ്രസൻറ്റേഷൻ എപ്പോഴും എങ്ങനെയാണ്? അല്ലല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻറ്റേഷനോ ഈ രൂപാന്തരപ്പെട്ടതിലേ പറ്റും. അപ്പോൾ ആ രൂപാന്തരപ്പെട്ട ഞാൻ എൻ്റെ വഴികളെ മാറ്റണം എന്ന് പറയുമ്പോൾ
റിയാക്ഷനാണ്, ജഡത്തിൻ്റെ റിയാക്ഷനാണ്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഏതൊരു വിഷയം ആര് നമുക്ക് ദ്രോഹമായിട്ട് ചെയ്താലും ക്ഷമിക്കുവാനും, കർത്താവ് അനുവദിക്കുന്ന കഷ്ടതകളും നിന്ദകളും ഒക്കെ നഷ്ടങ്ങളും ഒക്കെ സഹിക്കുവാൻ കർത്താവ് അനുവദിച്ചുകൊണ്ടല്ലേ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു നഷ്ടവും കഷ്ടവും നിന്ദയും ഒക്കെ വരുന്നത്. അതൊക്കെ സഹിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവില്ലേ ഒരു വലിയൊരു ആശ്വാസവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. നമുക്ക് പ്രാഗൽഭ്യമുണ്ട് ദൈവമക്കളെ, നമ്മുടെ തല ഉയർന്ന് നടക്കണം. ഒരു വ്യക്തിയെ കാണുമ്പോഴും നമ്മുടെ കുറവ് നിമിത്തം തല കുനിക്കാൻ പാടില്ല. ഞാൻ വചനം അനുസരിച്ചു, പ്രാർത്ഥനയുടെ സമയത്തും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രാഗൽഭ്യത്തോട് നിൽക്കാൻ, ദൈവം എന്തു പറഞ്ഞാലും ഞാൻ അനുസരിച്ചു. അതുകൊണ്ട് ആദ്യമേ പൗലോസ് ഓർപ്പിച്ച പോലെ എൻ്റെ പല പ്ലാനുകൾ അനുസരിച്ച് ഞാൻ പറഞ്ഞു കാണും, പക്ഷേ ദൈവം പറയുന്നതാണ് അൾട്ടിമേറ്റ്ലി എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ അതായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആത്മാവിനാൽ നടത്തപ്പെടുവാൻ, ഭാവി തീരുമാനങ്ങളെല്ലാം കർത്താവിലായി തീരുവാൻ. ഒരു വർഷത്തിൻ്റെ അവസാനമാണ് നമ്മൾ വന്നിരിക്കുന്നത്. വീണ്ടും ദൈവസന്നിധിയിൽ ഒരു റീഡെഡിക്കേഷനോടുകൂടി പുതിയ വർഷത്തിലേക്ക് കടക്കുവാനും ഈ ഹല്ലേലൂയ